Hey guys, so welcome back to another review video. ഈ ഹെൽമെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റൈഡെക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഗൈസ്. ഇത് വിയറ്റ്നാം ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഈ ഹെൽമെറ്റ് നമുക്ക് കേരളത്തിലെ എല്ലാ ഷോപ്പിലും അവൈലബിൾ അല്ല, വളരെ കുറച്ച് ഷോപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ ഈ ഹെൽമെറ്റ് മേടിച്ചത് ഡ്രൈവ് ത്രൂ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ, മലപ്പുറത്തുള്ള. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവർ എനിക്ക് അയച്ചു തരാൻ ചെയ്ത് ഈ ഹെൽമെറ്റ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 6700 രൂപയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇത് മേടിക്കാനുണ്ടായ റീസൺ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് എനിക്ക് ഈ ഷാർപ്പായിട്ടുള്ള ഹെൽമെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി 2 ഹെൽമെറ്റ് ഉണ്ട്. ഒരു LS2 ഉണ്ട്, പിന്നെ ഒരു ആക്സർ ഉണ്ട്. ഇപ്പോൾ ഇതെൻ്റെ 3rd ഹെൽമെറ്റാണ്. ഞാൻ ഈ ഹെൽമെറ്റ് മെയിനായിട്ട് ഈ റീസെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാനിടയായത്. അപ്പോൾ തന്നെ ഈ ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ അവരെനിക്ക് അയച്ചു തരികയാണ് ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഹെൽമെറ്റ് ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ഫീച്ചേഴ്സിലേക്ക് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വൈസറിൽ തന്നെ തുടങ്ങാം. അപ്പോൾ വൈസർ എന്ന് പറയുന്നത് ഡബിൾ വൈസറോടെയാണ് വരുന്നത്. മെയിൻ വൈസർ, പ്ലെയിൻ വൈസർ, പിന്നെ അകത്തൊരു സെക്കൻഡറി വൈസറും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴയ വെർഷൻസിലൊക്കെ ആൻറ്റി ഫോഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഈ പുതിയ വെർഷനിൽ ആൻറ്റി ഫോഗ് വരുന്നില്ല. ഇത് സ്മോൾ സൈസാണ്. ഈ ഹെൽമെറ്റിൻ്റെ വെയ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1400 ഗ്രാമാണ് കേട്ടോ ഈ ഹെൽമെറ്റിൻ്റെ വെയ്റ്റ് വരുന്നത്. അപ്പോൾ ലൈറ്റ് വെയ്റ്റും കൂടെയാണ്, അതുപോലെ തന്നെ സ്ലിമ്മുമാണ്. നല്ല എയറോഡൈനാമിക് ഷേപ്പാണ് ഈ ഹെൽമെറ്റ് തരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ എയർ വെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ചിൻ പൊസിഷനിലൊരു എയർ വെൻറ്റ് വരും. അതേപോലെ തന്നെ ടോപ്പിലായിട്ട് 2 എയർ വെൻസ് വരും. അതുപോലെ ഇതിൻ്റെ എക്സോസ്റ്റ് വന്നിട്ട് പുറകിലായിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പോയിലറെല്ലാം ഭയങ്കര ഷാർപ്പാണ് ഗൈസ്. അപ്പോൾ പുറകിൽ നോക്കുന്ന സമയത്ത് നല്ല ലുക്കായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നത് ISA സർട്ടിഫൈഡ് ആണ്, അതുപോലെ ഡോട്ട് സർട്ടിഫൈഡ് ആണ് ഈ ഹെൽമെറ്റ്. പിന്നെ ഇതിൻ്റെ പാഡിങ്സ് എല്ലാം റിമൂവബിളാണ്, വാഷബിളാണ്, ചിൻ കർട്ടൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഗൈസ് ഇതിൻ്റെ പാഡിങ്സും കാര്യങ്ങളൊക്കെ. ഈ ഹെൽമെറ്റ് വരുന്നത് ഡബിൾ ഡീറിങ് ലോക്കൗട്ട് വഴിയാണ് ഗൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രാക്കിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ഈ ഹെൽമെറ്റ് യൂസ്ഫുള്ളാവും. ഞാൻ മെയിനായിട്ട് LS2ൽ നിന്ന് ആക്സറിലോട്ട് മാറിയ കാരണം ഈ ഡബിൾ ഡീറിങ് ലോക്കാണ്. നമ്മൾ ട്രാക്കിൽ യൂസ് ചെയ്യണമെങ്കിൽ ഡബിൾ ഡീറിങ് ലോക്കുള്ള ഹെൽമെറ്റ് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്സറിലോട്ട് മാറിയത്. ഇതിൻ്റെ വൈസറൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ബ്ലൂ വൈസർ ഉണ്ട്, അതുപോലെ സിൽവർ വൈസർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ വൈസറിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഏകദേശം 800-900 രൂപ സംതിങ് ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, സോ ഹെൽമെറ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഹെൽമെറ്റിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഹെൽമെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം ഗൈസ്. കാരണം ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ആ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹെൽമെറ്റിൻ്റെ കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള ബൈക്കിംഗ് പരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ, വളരെ ഷോർട്ടായിട്ടെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ ദെൻ, ബൈ, റൈഡ് സേഫ്.